ഇനി ഞാൻ പറയാൻ പോകുന്ന ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ അമേരിക്ക ഇതുപോലെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന് ഒരു സുപ്രീം അതോറിറ്റി ആയിട്ടും കണ്ട്, അതായത് നമ്മളെല്ലാവരും രാജാക്കന്മാരുടെ തലമുറക്കാരാണ്. ഓക്കെ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി, കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി ആ ഒരു സെറ്റപ്പിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫോറിൻ കൺട്രീസ്. അപ്പൊ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ ഇത് കേൾക്കേണ്ടത് ഇന്ത്യ എന്നുള്ളൊരു സുപ്രീം അതോറിറ്റി ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടും ബാക്കി ഇവരെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഉയർന്ന് നമ്മളെ ചതിച്ച്, അതായത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കി കുറെ വേദങ്ങളും എല്ലാവരും കൊണ്ടുപോയി. ഓക്കെ, ഇവിടുന്ന് രത്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസും മാത്രമല്ല അവർ കൊണ്ടുപോയത്. അവർ കൊണ്ടുപോയത് ലൈഫ് എങ്ങനെ ഒരു പെർഫെക്റ്റ്ലി ഒരു ആള് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ള വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവർ കൊണ്ടുപോയി ആ രഹസ്യങ്ങളെല്ലാം അവർ പഠിച്ചെടുത്തു. ഓക്കെ, ആ രഹസ്യങ്ങൾ വെച്ച് അവര് ആ രാജ്യം ഉയർത്തി നമ്മളെ താഴ്ത്തി. അതായത് സെയിം കോയിൻ വെച്ച് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്ത പോലെ. അപ്പോൾ അതിലേക്ക് ഞാൻ വന്നില്ല. അപ്പോ നമ്മുടെ ആ ഒരു ബയോളജിക്കൽ വാർ ഇത് പണ്ടായിട്ട് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി, ഓക്കെ, മൈൻഡ്, അതോടൊപ്പം ബയോമാഗ്നറ്റിസം, ലൈഫ് ഫോഴ്സ്, സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ്. ഇത് സയൻസ് പരമായിട്ട് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളാന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന ഭൂമി, വായു, ജലം, ആകാശം, അഗ്നി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ശരീരം. അപ്പൊ ഇവരെന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, ഇത് വെച്ചാണ് ഈ ശരീരം ഉണ്ടാക്കിയെങ്കിൽ ഇത് നശിപ്പിക്കണമെങ്കിൽ, ഓക്കെ, ഒരു ജനതയെ മുഴുവനായിട്ട് നശിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 5 ഫാക്ടേഴ്സ് നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഹ്യൂമൻ ബോഡി, ഓക്കെ, അതായത് ഈ ശരീരം. അപ്പൊ ശരീരം നശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം, അല്ലെ? ഈ ശരീരത്തിന്റെ ഏറ്റവും പ്രൈമറി പ്രാണവായു, വെള്ളം, ഭക്ഷണം. ഇത് മൂന്നും നല്ല ഹൈ പെർഫോമൻസിൽ അവർ പൊല്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഓക്കെ, ഹ്യൂമൻ ബോഡി നശിപ്പിച്ചു. മൈൻഡ്, ഓക്കെ, മൈൻഡ് എന്ന് പറയുന്നത് വാട്ട് വി കൺട്രോൾ ഹിയർ അവർ ലൈഫ് വിൽ എക്സ്പ്രസ്. അതായത് എന്ത് നമ്മൾ ചിന്തിക്കുന്നു അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ദേഷ്യം, നമ്മുടെ ആൻസൈറ്റി, നമ്മുടെ ഡിപ്രഷൻ, ഇതെല്ലാം അല്ലെ ഈ അമേരിക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ ഇന്റർനെറ്റ് ഒക്കെ വന്നതിന് മുമ്പ് ഡിപ്രഷൻ ഒക്കെ നമ്മൾ പോയിട്ട് നമ്മുടെ അമ്മൂമ്മമാരോട് ചോദിച്ചാൽ ഡിപ്രഷൻ എന്താ മോനെ എന്ന് ചോദിക്കും, അല്ലെ? കാരണം അന്നത്തെ കാലത്ത് അതില്ല. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫോൺ, അല്ലെ? ഫോൺ കാണുമ്പോൾ മെലാറ്റോണിൻ, ഇതുപോലെ നമ്മുടെ ഹോർമോണൽ എമിഷൻസ് എല്ലാം തെറ്റും. ഓക്കെ, നമുക്ക് മെലാറ്റോണിൻ തെറ്റും, നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് തെറ്റും, നമുക്ക് കോർട്ടിസോൾ, അഡ്രിനൽ, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വരും, ടെൻഷൻ വരും, സ്ട്രെസ് വരും. അപ്പൊ അത് അവർ ഓക്കെ ആക്കി. ഓക്കെ, അത് കളഞ്ഞു. പിന്നെ ഉള്ളത് ബയോമാഗ്നറ്റിസം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ എല്ലാവിധ അവയവങ്ങളിൽ എത്തിക്കണം. നമ്മൾ ഒന്നാമത് വിഷമാണ് കഴിക്കുന്നത്, അപ്പൊ വിഷം എത്തിക്കും. അതോടൊപ്പം യാതൊരുവിധ പ്രോട്ടീനോ കാൽസ്യമോ ഇതൊന്നും അടങ്ങുന്ന ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത്, അല്ലെ? പ്രോസസ്ഡ് ഫുഡ്, അവരുടെ ഫുഡ്, അതായത് മൃഗങ്ങൾ കഴിക്കുന്ന ഫുഡ്, ഒരു യാമം കഴിഞ്ഞതും, അതോടൊപ്പം നമുക്ക് അസുഖങ്ങൾ, നമ്മുടെ മനസ്സിനെ വ്യത്യസ്തമാക്കുന്ന രീതിയിലത്തെ ഭക്ഷണങ്ങൾ, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം നശിപ്പിക്കുന്ന ഭക്ഷണമായിരുന്നു അവരുടേത്. നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ ഓജസ്സും തേജസ്സും ഐശ്വര്യവും എല്ലാം തരുന്ന ഭക്ഷണങ്ങളായിരുന്നു, ആരോഗ്യം തരുന്ന ഭക്ഷണമായിരുന്നു, ആയുസ് തരുന്ന ഭക്ഷണമായിരുന്നു. അപ്പൊ അതും അവർ റിപ്ലേസ് ചെയ്തു. പിന്നെ ലൈഫ് ഫോഴ്സ്, ഓക്കെ, അതും അവർ ഇല്ലാതാക്കി. സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡും അവർ ഡ്രൈൻ ചെയ്തു. വേറൊന്നുമല്ല, ഒരുപാട് പ്രോണൈറ്റ്സും കാര്യമെല്ലാം കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോൺ കാണും, ഒരുപാട് മാസ്റ്റുബേറ്റ് ചെയ്യും, അത് ആ രീതിയിൽ എനർജി പോവും. പെണ്ണാവട്ടെ ആണാവട്ടെ ഈ രീതിയിൽ അങ്ങ് പോയി. അതോടൊപ്പം ഒരുപാട് ക്രൈംസും തുടങ്ങി. അപ്പോൾ ഈ രീതിയിലായപ്പോൾ ഈസിലി ദേ എക്സ്റ്റാബ്ലിഷ് ദെയർ ബയോളജിക്കൽ വാർ. ഇത്രേ ഉള്ളൂ കാര്യം.